പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പല ടൈപ്സ് ഓഫ് വെയർ ഹൗസസ് അതിൻ്റെയൊക്കെ പർപ്പസ് ഇതിനൊക്കെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചല്ലേ. അപ്പോൾ ഐ തിങ്ക് ഒരു 10 നമ്പേഴ്സ് ഓഫ് വെയർ ഹൗസസിനെ പറ്റി നമ്മൾ സംസാരിച്ചു. ദെൻ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കുറച്ച് ഫാക്ടേഴ്സ്, സെവറൽ ഫാക്ടേഴ്സ് ടു കൺസിഡർ വൈൽ ചൂസിങ് എ വെയർ ഹൗസ്, അല്ലെങ്കിൽ ഒരു വെയർ ഹൗസിൻ്റെ ലൊക്കേഷൻ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അതിൽ ഓഫ് കോഴ്സ് ആദ്യം നമുക്ക് പറയേണ്ട കാര്യം തന്നെയാണ് ലൊക്കേഷൻ അല്ലേ. നമ്മൾ എന്ത് പർപ്പസാണോ ആ ഒരു വെയർ ഹൗസിനെ കൊണ്ട് അവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ വെയർ ഹൗസ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഗുഡ്സിൻ്റെ ഇൻകമിങ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാനൊരു മാനുഫാക്ചറാണ്, എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെയർ ഹൗസിലേക്ക് സെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ മാനുഫാക്ചറിങ് ഫേം, അതായത് ആ ഒരു പ്രൊഡക്റ്റ് ഒറിജിൻ ചെയ്യുന്ന ആ ഒരു പോയിന്റ് മുതൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലേക്കുള്ള ദൂരം, അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ആ വെയർ ഹൗസിന് അവിടെ സാധിക്കുന്നുണ്ടോ. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് ആ വെയർ ഹൗസിലേക്ക് എത്തുന്നു, അത് അവിടെ നിന്ന് ഔട്ട് ചെയ്യുന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് അല്ലേ. ഇപ്പോൾ ഔട്ട് ചെയ്യുന്നത് മേ ബി വേറെ സപ്ലൈസിലോട്ടായിരിക്കാം, അല്ലെങ്കിൽ അതൊരു വേറൊരു ബോർഡർ, അതായത് ഇൻ്റർനാഷണലി അത് എക്സ്പോർട്ട് പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം. അപ്പോൾ ഇതിനൊക്കെ പ്രോപ്പറായിട്ട് ആ ഒരു ഏരിയ കൺസിഡർ ചെയ്യുന്ന ആ ഒരു ലൊക്കേഷൻ ആണോ എവിടെ വരുന്നത്, ആ വെയർ ഹൗസിന് വരുന്നത് അല്ലേ. കാരണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ എത്രത്തോളം കോസ്റ്റ് അതിന് വേണ്ടിയിട്ട് ചിലവാക്കും, അല്ലെങ്കിൽ എനിക്കത് അഫോർഡബിൾ ആണോ, അല്ലെങ്കിൽ എത്ര ടൈം എനിക്ക് അവിടെ വേസ്റ്റ് ആണ്, അല്ലെങ്കിൽ എത്ര ടൈം എനിക്ക് ലാഭമാണ് എന്നുള്ള കാൽക്കുലേഷൻസിലോട്ടൊക്കെ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ ലൊക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് അത് പ്രൈമറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആ ഒരു ലൊക്കേഷൻസിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ്, ഇപ്പോൾ എംപ്ലോയിഡ് അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഹയർ ചെയ്യാൻ പറ്റുന്നതും, അതുപോലെ തന്നെ ഇപ്പോൾ ഈവൻ സം വെയർ ഹൗസസ് എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയാസിൽ നിന്ന് എംപ്ലോയീസിനെ കൺസിഡർ ചെയ്യുന്നത് വളരെ അധികം കണ്ടുവരുന്നൊരു നേച്ചറാണ്. അത് വെയർ ഹൗസിൻ്റെ ഓപ്പറേഷൻ സ്റ്റൈലൊക്കെ അനുസരിച്ചിട്ടിരിക്കും. എനിവേ, അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി നമുക്ക് ലൊക്കേഷൻ എന്നുള്ള ഒരു ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു ആക്സസിബിലിറ്റി. ആക്സസിബിലിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു വെയർ ഹൗസസിലേക്കുള്ള ആക്സസ്, ഇപ്പോൾ എനിക്ക് നിയർ ബൈ പോർട്ടുകൾ അടുത്തുണ്ടെങ്കിലോ അല്ലെങ്കിൽ റോഡ് അടുത്തുണ്ടെങ്കിലോ എന്താണ്, എനിക്ക് ആ ഒരു വെയർ ഹൗസസിൻ്റെ ആക്സസിബിലിറ്റി ബെറ്റർ ആണെന്ന് പറയാൻ പറ്റും അല്ലേ. അതായത് ഇവിടെ നിന്ന് എനിക്കൊരു ഇൻ്റർനാഷണൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എൻ്റെ വെയർ ഹൗസ് എന്താ പറയുക, ഒരു പോർട്ടായിട്ട് നിയർ ബൈ ആണെങ്കിൽ എനിക്ക് അത്രയും കോസ്റ്റ് കുറച്ച് മതി ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കണക്കിലായിക്കൊണ്ട്. അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക, റിമോട്ട് ഏരിയയിലല്ല വെയർ ഹൗസെങ്കിലും എന്താണ്, എനിക്ക് നല്ല റോഡ് ത്രൂ അല്ലെങ്കിൽ നല്ല എന്താ പറയുക ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ യൂട്ടിലൈസ് ചെയ്തിട്ട് എൻ്റെ ഗുഡ്സിൻ്റെ ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് ഫ്ലോ ഒക്കെ എനിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ടാമത് പറയുന്ന കാര്യമാണ് അതിൻ്റെ ആക്സസിബിലിറ്റി. ഇത്രേ ഉള്ളൂ. മെയിനായിട്ട് എന്താണ്, പോർട്ട്സ്, നല്ല റോഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയാസ്, അത്തരം ഏരിയാസിൽ എന്താണ് നമ്മൾ നേരത്തെ ലൊക്കേഷൻ പറഞ്ഞ പോലെ സെയിം ആക്സസിബിലിറ്റി, ഇതൊക്കെ നമുക്ക് എന്താണ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കൺസിഡറേഷൻ കൂടി അവിടെ വെക്കുക. ഓക്കെ, ദെൻ പോയിൻ്റാണ് അല്ലെങ്കിൽ അടുത്തൊരു ഫാക്ടറാണ് കംപ്ലയൻസ്. COMPLANCE. കംപ്ലയൻസിൻ്റെ അർത്ഥം വരുന്നത് സമ്മതം അല്ലെങ്കിൽ പാലിക്കുക എന്നൊക്കെയുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അതായത് നമ്മുടെ ഈ ഒരു വെയർ ഹൗസ് അവിടുത്തെ ലോക്കൽ നിയമങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു എന്താ പറയുക, എന്ത് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ആണ് സ്റ്റോർ ചെയ്യുന്നത്, അത് മേ ബി മറ്റുള്ളവർക്ക് ഹസാഡസ് ആണോ, അല്ലെങ്കിൽ എന്താണ് മറ്റ് എല്ലാ രീതിയിലുള്ള കോമൺ ആയിട്ടുള്ള നിയമങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു വെയർ ഹൗസ് പാലിക്കേണ്ട കാര്യങ്ങൾ നമ്മളവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് പാലിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്ര ഗുഡ്സിന് എന്താണ് ഈ ഒരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഈ ട്രാഫിക് കൺസിഡർ ചെയ്യുന്നുണ്ട്, അവിടുത്തെ നിയമങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, നമ്മുടെ പരിസരവാസികൾക്ക് വേറെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ആ ഒരു വെയർ ഹൗസസ് ത്രൂ നടക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ നോക്കുന്നത്, ഈ ഒരു ഫാക്ടറിൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് സ്കെയിലബിലിറ്റി. സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഓപ്പറേഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന വെയർ ഹൗസ്, അവിടെ നമ്മളുടെ ഒരു റെഗുലർ അല്ലെങ്കിൽ ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ എമൗണ്ട്, ഐ മീൻ ആ ഒരു നമ്മളങ്ങോട്ട് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്യുന്ന ഒരു എമൗണ്ട് ഓഫ് ഗുഡ്സിൽ പിന്നീട് കുറച്ച് മാറ്റം വരുത്തുകയാണ്, അല്ലെങ്കിൽ നമ്മളവിടെ സ്റ്റോർ ചെയ്യുന്ന ഗുഡ്സിൻ്റെ നേച്ചർ പിന്നീട് മാറുകയാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത് ഒരു DC ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പബ്ലിക് വെയർ ഹൗസ് ആയിക്കോട്ടെ, അവിടെ ഞാൻ സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത് കുറേ എന്താ പറയുക ഡിഷ് വാഷുകളാണെന്ന് വിചാരിക്കുക. ഈ ഡിഷ് വാഷുകളാണ് ഞാനവിടെ എത്ര നാൾ സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചോക്ലേറ്റിൻ്റെ സപ്ലൈ ആയി. ഓക്കെ, ഞാൻ ചോക്ലേറ്റ് അങ്ങോട്ടേക്ക് എത്തിക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യാനും, അത് മെൽറ്റ് ആവാതെ സ്റ്റോർ ചെയ്യാനും, അതുപോലെ തന്നെ അത് ഹാൻഡിൽ ചെയ്യാനുള്ള സൗകര്യങ്ങളും ആ വെയർ ഹൗസ് അവിടെ
ഒരുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സ്കെയിലബിലിറ്റി, ആ ഒരു പ്രാപ്തത ആ ഒരു വെയർ ഹൗസിന് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം അവിടെ കൺസിഡർ ചെയ്യാം. ഓക്കെ, നമ്മൾ തുടക്കം പറഞ്ഞ ആ ഒരു എന്താ പറയുക, നമ്മുടെ ഓപ്പറേഷനിൽ വന്ന മാറ്റം. ഇപ്പോൾ സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ അങ്ങോട്ടേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് എൻ്റെ ബിസിനസ് വലുതായി ഞാൻ കുറച്ചുകൂടി അധികം പ്രൊഡക്റ്റ് അങ്ങോട്ടേക്ക് എത്തിക്കുമ്പോൾ അത്രയും എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റുകൾ അവിടെ സ്റ്റോർ ചെയ്യാനും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഹാൻഡ്ലിങ്ങും അവിടെ നല്ല രീതിയിൽ നടക്കാൻ കേപ്പബിൾ ആണോ എന്നുള്ള ഒരു കൺസിഡറേഷനാണ് ഇവിടെ ആ ഒരു ഫാക്ടറിൽ പറയുന്നത്. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു ഡിസൈൻസ്. ഡിസൈൻസിൽ ഫസ്റ്റ് പറയുന്നതാണ് ഡോക്ക് ഡോർസ്. നമ്മൾ ഡോക്ക് എന്താണെന്നുള്ളത് മുന്നൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഡോക്ക് എന്നുള്ളതല്ലേ. ഡോക്ക് എന്ന് പറഞ്ഞാൽ എവിടെയാണോ കണ്ടെയ്നർ, ട്രക്ക്, ട്രെയിലർ റിസീവ് ചെയ്യുന്നത്, വണ്ടി എവിടെയാണോ റിസീവ് ചെയ്യുന്നത് ആ ഒരു ഏരിയയാണ് നമ്മൾ ഡോക്ക് എന്ന് പറയുന്നത്. ഡോക്ക് ഡോർ, ഷട്ടർ അല്ലേ, ആ ഏരിയയാണ് എന്ത് ഡോക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഡോക്ക് ഡോർസ് ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഏത് വെഹിക്കിളാണോ നമ്മളവിടെ എത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ട്രക്ക് ത്രൂ കണ്ടെയ്നേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈവൻ വേറെ എന്തെങ്കിലും പിക്കപ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൈൻഡ് ഓഫ് ഗുഡ്സ് വെഹിക്കിൾ ആയിരിക്കാം. ഏതാണെങ്കിലും ആ ഒരു ഡോക്ക് ഡോർ അത് എന്താ പറയുക ആക്സസ് ചെയ്യാൻ കേപ്പബിൾ ആണോ, അതിൽ കൂടി നമുക്ക് ഈസി ആയിട്ട് പ്രൊഡക്ട്സ് റിസീവ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റഫ് ചെയ്യാനും ഡീസ്റ്റഫ് ചെയ്യാനും കേപ്പബിൾ ആണോ എന്നൊക്കെ, വേറെ ഒരു തരത്തിലുള്ള ഡാമേജ് സംഭവിക്കാതെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡോക്ക് ഡോർസ് ആണോ എന്നുള്ളതാണ് ഡിസൈനിൽ പറയുന്നൊരു കാര്യം. രണ്ടാമത്തെ പറയുന്ന കാര്യമാണ് ബേ സൈസ്, BAY. അപ്പോൾ ബേ നമ്മൾ എന്താണ് ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണല്ലേ. അതായത് നമ്മൾ പ്രൊഡക്ട്സ് എവിടെയാണോ ഇറക്കി സ്റ്റോർ ചെയ്യുന്നത്, റിസീവ് ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു ബേ ഏരിയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലേ ഔട്ട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ബേ സൈസ് നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ കൺജഷൻ കൂടാതെ, അതുപോലെ തന്നെ പാലറ്റ് പ്ലേസ് ചെയ്യാനും പ്രൊഡക്റ്റ് റിസീവ് ചെയ്യാനും അത് സ്റ്റോർ ചെയ്ത് ടെമ്പററി ആയിട്ടൊക്കെ മാറ്റി വെക്കാനും എല്ലാം കേപ്പബിൾ ആണോ അവിടുത്തെ ബേ സൈസ് എന്നൊക്കെ ഉള്ളത് അതാണ് ഡിസൈനിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം. ദെൻ സീലിംഗ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്കറിയാം വെയർ ഹൗസസിൽ പ്രോബബ്ലി എന്തായിരിക്കുള്ളൂ, ചൂട് കൂടുതലായിരിക്കുള്ളൂ. നമുക്കറിയാമല്ലോ അതിൻ്റെ എങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ചൂട് കൂടുതലായിരിക്കും. ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള വെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം ഇവിടെ വെയർ ഹൗസിൻ്റെ സീലിങ്സിൽ. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, മറ്റേ എന്താണ് എക്സോസ്റ്റ് കിടന്ന് കറങ്ങുന്നത് കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അവിടുത്തെ ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവുന്നതാണ് കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ ചില പ്രൊഡക്റ്റുകൾക്ക് ചൂട് അമിതമായി കഴിഞ്ഞാൽ, ഈവൻ എന്തെങ്കിലും ഫുഡ് പ്രൊഡക്റ്റുകളാണെങ്കിൽ അതിനെന്തെങ്കിലും തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് സംഭവിക്കാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. ഈവൻ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൈൻഡ് ഓഫ് ഫുഡ് പ്രൊഡക്ട്സിന്. പിന്നെ ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ മെൽറ്റ് ആവുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ കോൾഡ് സ്റ്റോറേജിൽ എത്തുന്നതിന് മുമ്പ് തന്നെ റിസീവ് ചെയ്യുന്ന പീരീഡിൽ അത് മെൽറ്റ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആ ഒരു ടിപ്പിക്കൽ വെയർ ഹൗസ് ഹീറ്റ് ആ പ്രൊഡക്റ്റിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ. ഓക്കെ, ദെൻ ഇൻഫ്രാസ്ട്രക്ചേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. നമ്മൾ സേഫ്റ്റിനെ പറ്റിയിട്ട് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ സേഫ്റ്റി പറയുകയാണെങ്കിൽ നമുക്ക് നിയർ ബൈ പോലീസ് സ്റ്റേഷൻസ്, അതുപോലെ തന്നെ ഫയർ സ്റ്റേഷൻസ് ഒക്കെ നമ്മുടെ അടുത്ത് ആക്സസിബിൾ ആണോ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് നോക്കുക. അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ ഏറെക്കുറെ അതിൻ്റെ ഒരു ഡെപ്ത് കുറയ്ക്കാനായിട്ട് അതൊക്കെ സഹായിക്കും. അപ്പോൾ ഈ ഒരു തീപിടുത്തമാണെങ്കിൽ എന്താണ് അത്രയും വിലപിടിപ്പുള്ള കൺസൈൻമെൻറ്റ്സിനൊന്നും സംഭവിക്കരുത് എന്നുള്ളൊരു കൺസിഡറേഷനൊക്കെയാണ് ആ ഒരു നോട്ടിൽ പറയുന്നതെന്നുള്ളൂ. ഓക്കെ, ദെൻ ടെക്നോളജിയുടെ കാര്യമാണെങ്കിലും നമുക്ക് ആ ഒരു സേഫ്റ്റി ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഈവൻ CCTVs അതുപോലുള്ള സെക്യൂരിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ടെലികോം നെറ്റ്വർക്ക്സ് അതുപോലെ തന്നെ നമുക്കറിയാം എന്താണ് ഇൻ്റർനെറ്റ്, മൊബൈൽ, ടെലിഫോൺ ആക്സസിബിലിറ്റി നല്ല രീതിയിലുള്ള ആ ഒരു വേറെ തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുകളില്ലാത്ത രീതിയിൽ നമുക്ക് ഡാറ്റാസ് കൈമാറാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും വെയർ ഹൗസിലുണ്ട് എന്നുള്ള ഉറപ്പുവരുത്തുക. ദെൻ വേറെ പറയുന്നതാണ് ഓക്കെ, ഫൈനലി പറയുന്ന കാര്യമാണ് പ്രൈസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണോ വെയർ ഹൗസ് അവിടെ ഉള്ളത്. ഇവർ വെയർ ഹൗസ് റെൻറ്റ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് നോക്കുക, അല്ലെങ്കിൽ എന്താണ് ഒരു സർവീസായിട്ട് ഒരാൾ ചെയ്തു തരികയാണെങ്കിൽ എത്രയാണോ നമ്മുടെ ഓവറോൾ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര ശതമാനമാണ് വെയർ ഹൗസിന് പോകുന്നത് എന്നുള്ളൊരു കാൽക്കുലേഷനൊക്കെ
ഇതൊക്കെയാണ് ആ പ്രൈസ് എന്നുള്ളൊരു കാറ്റഗറിയിൽ പറയുന്നത്. അപ്പോൾ ഇത്തരം ഫാക്ടേഴ്സാണ് നമ്മളൊരു വെയർ ഹൗസ് ചൂസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ള ഇതായിട്ട് പറയുന്നത്.